ഓക്കെ സർ. ഇനി അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ, ആനന്ദ് സാർ വന്നിട്ട് ചെന്നൈ റിയൽ എസ്റ്റേറ്റ് നോക്കിയുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഇരിക്കുന്ന സൈക്കിൾ തീർന്നു എന്ന് അവർ പറയുന്നു. കോയമ്പത്തൂരിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ തന്നെ തുടങ്ങുന്നു, അതായത് ആ ഭൂമി ഇപ്പൊ തന്നെ തുടങ്ങുന്നു എന്ന് പറയുന്നു സർ. അങ്ങനെ അവർ വിചാരിച്ചാൽ അത് വാങ്ങുന്നത് നല്ലത് തന്നെയല്ല. ഞാൻ അവരെ ഒന്നും പറയാൻ പോകുന്നില്ല. എന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറയരുത്. എനിക്ക് വളരെ സിമ്പിളായ കാൽക്കുലേഷനാണ്. ഇന്ന് ഞാൻ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുവെങ്കിൽ എനിക്ക് വർഷത്തിന് 10 ലക്ഷം രൂപ വരണം. ക്യാപിറ്റൽ ഓഫ് പ്രസിഡൻസ് എന്ന് കുറച്ച് കുറയാ വരണം എന്നാൽ ഒരു 8 ലക്ഷം രൂപ വരണം. If I invest 1 crore, at the end of the year itself, it should get 7 to 8 crores. Then I can wait for appreciation. Right? So there is a time value of a money. ഓക്കെ സർ, ഫൈൻ. ശതവീതം ഞാൻ ഇട്ടെങ്കിലും കൂടെ 1.5 കോടിയാണ് എൻ്റെ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി ഗോസ് ടു 1.5 crores. ശേഷം അതിനെ ചുറ്റി ടാക്സ് ചെയ്ത് നിങ്ങൾ 2 കോടിക്ക് വിറ്റുവെങ്കിൽ നിങ്ങൾക്ക് 30-40 ലക്ഷം രൂപ തന്നെ മാർജിൻ. ഓക്കെ സർ, ഇന്നൊരു സെക്ടർ, അതിന്റെ പി അതിലിരിക്കുന്ന കമ്പനീസിനെ കുറിച്ച് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എനർജി ആൻഡ് പവർ സെക്ടർ ഇനിയുള്ള കാലങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. പെട്രോൾ ആൻഡ് ഡീസലിലെ എനർജി ആൻഡ് പവർ തന്നെ എടുത്തു കഴിക്കുന്നു. റൈറ്റ്. ഞാൻ ആദ്യം പവറിനെ കുറിച്ച് ഒന്ന് പറയാം. അവരിൽ എക്സെപ്റ്റ് വെരി ഫ്യൂ കമ്പനീസ് ഹൈലി പ്രോഫിറ്റ് ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ഈ പവറിനെ ഏത് വിലയ്ക്ക് വിൽക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ദെൻ ആർക്കാണ് ഇത് നമ്മൾ വിൽക്കാൻ പോകുന്നു എന്നതും ഗവൺമെൻറ് തന്നെ ഡിസൈഡ് ചെയ്യും. ഇൻപുട്ട് പ്രൈസ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ഫ്യൂവൽ തന്നെ യൂസ് ചെയ്യണം. ഇന്ത്യയിൽ എനഫ് കോളോ LNGയോ എല്ലാം ഇമ്പോർട്ടഡ് ആണ്. സോ ഡോളർ വീണുവെങ്കിൽ നമുക്ക് ഒരുപാട് പേ ചെയ്യേണ്ടത് വരും. ഇതേ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് വിൽക്കണോ എന്നത് നഷ്ടത്തിൽ തന്നെ വിൽക്കും. അപ്പോൾ പവർ ജനറേഷൻ എന്നത് ഇന്ത്യയിൽ പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല. സോ അൺലെസ് യു ഹാവ് കൺട്രോൾ ഓവർ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ്സ് നോട്ട് വെരി പോപ്പുലർ. ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് 3 സ്ഥലങ്ങളിൽ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുന്നു. ഒന്ന് കൽക്കട്ട, ഒന്ന് ബോംബെ, ഇനിയൊന്ന് വന്നിട്ട് ഡൽഹി. ഒന്ന് അദാനി വിഴിഞ്ഞായിരുന്നു. TSCC എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നിങ്ങൾ തന്നെ ബാലൻസ് ഷീറ്റിന് അനാലിസിസ് ചെയ്തു. ബോംബെയിൽ ഒരു പോർഷൻ ടാറ്റ പവറിലിരിക്കുന്നു. സോ എൻ ടു എൻ നിങ്ങളെ കൺട്രോളിൽ ഇരുന്ന് പ്രൈസിങ് കറക്റ്റാக വന്നാൽ തന്നെ നിങ്ങളെ പവറിനെ നിങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പവറിനെ ഡീൽ ചെയ്യുന്നത് കഷ്ടമാണ്. ഓക്കെ, അതിനപ്പോൾ എനർജീസ് ഈ പെട്രോൾ, ക്രൂഡ് ഒക്കെ എനർജി വന്നിട്ട് ഗവൺമെൻറ് ഇപ്പോൾ കൂടുതൽ വിലയിലാണ് വിൽക്കുന്നു. ഇത് കാരണം തന്നെ ഈ ജിയോയിലത്തെ ഹാപ്പി അവേഴ്സ് അങ്ങനെ എന്ന് പറഞ്ഞ് 5 രൂപ 10 രൂപ കുറച്ച് വിൽക്കുന്നു. ഏത് സമയം ഗവൺമെൻറ് തന്നെ എന്തെന്ത് റേറ്റിൽ വിൽക്കുന്നു, എന്ത് ചെയ്യണം എന്നും ഗവൺമെൻറ് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇതിൽ ഒരു നാച്ചുറൽ ബിസിനസ് സൈക്കിൾ എന്നത് വരത്തില്ല. അതായത് ഞാനൊരു വ്യാപാരം ചെയ്യുന്നു, അതിൽ 5% ഇല്ലെങ്കിൽ 10% മാർജിൻ വരച്ച് വെക്കുന്നു ഒന്നും നടക്കത്തില്ല. ഇതിൽ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഗവൺമെൻറ് കൺട്രോൾ ഇരിക്കുന്ന കാരണത്താൽ ഈ സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ. ഓക്കെ സർ, സ്റ്റിൽ ഇതിൽ കുറച്ച് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വിൽക്കുന്നതാണ് ബെറ്റർ. എക്സെപ്റ്റ് നിങ്ങൾ ടാറ്റ പവർ 5 വർഷത്തിന് മുമ്പേ വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സൂക്ഷിച്ചാൽ മതി. മറ്റേമതി എല്ലാം വേസ്റ്റാണ്. പറഞ്ഞല്ലേ സർ, അത്രയും തന്നെ ഉള്ളൂ. വാങ്ങി വെച്ചു, പ്രോഫിറ്റിൽ ഇരിക്കുന്നു, എന്നാൽ കൂടെ ഒരു 10 ചോദ്യം ചോദിക്കുന്നു. അതിലിരുന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി സാർ ഉത്തരം പറയാം. ശരി, പറയൂ സർ. ഇപ്പൊ എനർജി ആൻഡ് പവർ സെക്ടർ എങ്കിൽ ഏത് പി രംഗത്ത് കൺസിഡർ ചെയ്യാം? ആദ്യം കടനില്ലാത്ത കമ്പനി ആയിരിക്കണം. ഇതിന് ഈക്വലാ ഒരേ ഒരു കമ്പനി തന്നെ ഇരിക്കുന്നു, JSW എന്ന് വിചാരിച്ചോ. ഇപ്പം കടനിൽ മൂല്യാണ് ഇരിക്കുന്നു. ശേഷം എലൈറ്റ് പവർ കടനിൽ തന്നെ ഇരിക്കുന്നു, നോട്ട് ലിസ്റ്റഡ് കമ്പനി. ഇത് തന്നെ പ്രൈവറ്റിലുള്ള 3 പവർ സെക്ടർ പ്ലെയർ. ടാറ്റ പവറും ഇതിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് മുന്ദ്രയിലാണ് മാറ്റിയിരുന്നത്. അതിലിരുന്ന് വെളിയിൽ വരാൻ ഒരുപാട് ദിവസം എടുത്തു. അവർ കറക്റ്റ് മുന്ദ്രയിലിരുന്ന് വെളിയിൽ വരാൻ സൈറസ് മിസ്ത്രി ഐഡിയ പറഞ്ഞായിരുന്നു. ഇതിന് വെളിയിൽ വന്ന കാരണം തന്നെ അവരെ ചെയർപേഴ്സൺ ആക്കിയത് ടാറ്റയിൽ. ഇതിൽ കടനില്ലാത്ത കമ്പനിയായിട്ടാണ് ഇരിക്കണം, പക്ഷേ ഇതിലെല്ലാം കടത്തിലാണ് ഇരിക്കുന്നു. അടുത്തത് ഇമ്പോർട്ട് വന്നിട്ട് ഡോളർ ഡിപ്പെൻഡ് ഇല്ലാതിരുന്നെങ്കിൽ വളരെ നല്ലതാണ്. കാര്യമൊക്കെ നാഷണലിൽ തന്നെ വാങ്ങിയാവണം. LNG എങ്കിൽ പെട്രോനെറ്റിൽ തന്നെ വാങ്ങണം. അതുപോലെ വേറെന്തെങ്കിലും ഫ്യൂവലിംഗിലും ഓപ്പൺ മാർക്കറ്റിൽ തന്നെ വാങ്ങണം. എനിക്കറിഞ്ഞ് എക്സെപ്റ്റ് വേറെ ഒരു കമ്പനി നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഉണ്ടിയലിനെടുത്ത് ഇങ്ങനെ കയ്യിൽ വയ്ക്കുമ്പോൾ പിന്നിട്ട് ഉടച്ചത് ജോലിക്കാകത്തില്ലപ്പോ എന്ന് പറയുന്ന പോലെ ഉണ്ട് സാർ. ഞാൻ ജോലിക്കാകത്തില്ലെന്ന് പറയണില്ല സാർ, ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് വാങ്ങത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു. വിച്ച് ഈസ്, അതായത് ഞാൻ ചോദ്യം ചോദിക്കുന്ന മുമ്പേ എല്ലാത്തിനും ഉത്തരം പറഞ്ഞായിരുന്നു. ഇരുന്നാലും 10 സ്റ്റോക്കിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു, സാറിന്റെ ഒപ്പീനിയൻ മാത്രം പറയാം. റിലയൻസ് ഇൻഡസ്ട്രീസ്. ഞാൻ അതിന്റെ അടുത്ത് പോകത്തില്ല. NTPC. സർ, റിലയൻസ് ഇൻഡസ്ട്രീസ് 27 PE ഇരിക്കുന്നു സർ. ഫ്രീയാ തന്നാൽ കൂടെ എനിക്ക് ആവശ്യമില്ല. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. വേണ്ട. ടാറ്റ പവർ വളരെ ചീപ്പായിരുന്നാൽ വാങ്ങും. അദാനി ഗ്രീൻ എനർജി. അതിന്റെ അടുത്തേ പോകണ്ട. അക്രാനി ട്രാൻസ്മിഷൻ. ഇല്ല, വേണം. NHPC ലിമിറ്റഡ്. ഇല്ല, വേണ്ട. JSW എനർജി. അതിൽ വളരെ കടൻ കൂടുതലാണ്. SJVN ലിമിറ്റഡ്. അതൊക്കെ വേണ്ട. ഫോറൻ പവർ ലിമിറ്റഡ് ഇരിക്കുന്നു, പക്ഷെ അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ നോക്കിയില്ല. ഈ സ്റ്റോക്ക് ഞാൻ എടുത്തു വെച്ചതല്ല സർ, കമന്റിൽ വന്നതാണ്. ടോറൻ പവറൊക്കെ ഞാൻ ഇനി തന്നെ ചെക്ക് ചെയ്യും. ടോറൻ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല.
സോ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്താൽ ശരിയാകത്തില്ല. JSW വേണം. ഈ ചോദ്യങ്ങളൊക്കെ കമന്റിൽ ചോദിച്ചതാൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു സർ. ഇത് തന്നെ സർ ഇന്നത്തെ പവർ ആൻഡ് എനർജി സെക്ടറിനെ കുറിച്ച് ചോദ്യങ്ങൾ. അതുമില്ലാതെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ സർ ഉത്തരം പറഞ്ഞായിരുന്നു. വളരെ നന്ദി സർ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ നോക്കിയതിന് വളരെ നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും ഇതിനയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.